എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈകുന്നേരത്തെ ചായക്കൊപ്പം കറുമുറയെ കഴിക്കാൻ നല്ല രുചിയുള്ള അതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ്. എപ്പോഴും വീട്ടിലുണ്ടാവുന്ന കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ അച്ചപ്പം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം വരെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാം. വൈകുന്നേരത്തെ ചായക്കൊപ്പം ആവശ്യാനുസരണം എടുത്തിട്ട് കറുമുറയെ കഴിക്കാം. എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു അച്ചപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 മണിക്കൂർ കുതിർത്തിയെടുത്തതിന് ശേഷം അതിലെ വെള്ളമൊക്കെ നല്ലതുപോലെ ഊറ്റിക്കളഞ്ഞെടുത്തതാണിത്. ഒട്ടും വെള്ളം വേണ്ട. നമ്മളിത് അരച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. ഇതൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുതിർത്തി വെള്ളമൊക്കെ കളഞ്ഞെടുത്ത അരി ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ടിട്ട് അരക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക, അല്ലെങ്കിൽ 2 പ്രാവശ്യം ഇട്ടിട്ട് അരച്ചെടുക്കുക. അത് മിക്സിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂണിലും കുറവായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാല് വേറെയും 2ാം പാല് വേറെയും അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒറ്റൊരു പാലെടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുങ്ങിക്കിടക്കുന്നതിലും കുറച്ച് കുറവായിട്ട് ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒട്ടും തരികളില്ലാതെ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കണം. എങ്കിൽ ഇതുപോലെ മാവ് അരച്ചതിന് ശേഷം ബൗളിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് മൈദപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. അല്ലെങ്കിൽ അരി നല്ലതുപോലെ അരച്ചതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ മൈദപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഏതാണോ എളുപ്പം അതുപോലെ ചെയ്യുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് നല്ല ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തത്. അപ്പോൾ ഇതാ മൈദപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കട്ടിയിലാണ് മാവുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടാണ് നമുക്ക് ഈ ഒരു ബാറ്റർ വേണ്ടത്. ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് കട്ടിയിലാവാനും പാടില്ല. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ആ ഒരു രീതിയിൽ കലക്കിയെടുത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കറുത്ത എള്ളും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ അച്ചപ്പത്തിൻ്റെ ബാറ്റർ വേണ്ടത്. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് ടൈറ്റും അല്ല. ഈ ഒരു രീതിയിൽ നന്നായിട്ട് റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് അച്ചപ്പം ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ അച്ചപ്പം റെഡിയാക്കാനുള്ള അച്ചും ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച ഉടനെ തന്നെ അച്ചും ഇതുപോലെ ഇട്ട് വെക്കുക. അന്നേരം ഓയിൽ ചൂടാകുമ്പോഴത്തേക്ക് ആ ഒരു അച്ചും ചൂടായി കിട്ടും. അച്ച് നന്നായിട്ട് തന്നെ ചൂടാവണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ റെഡിയാക്കിയ ബാറ്ററിലേക്ക് ഇതുപോലെ 1/4 ഭാഗത്തോളം മുക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഒരു 6 സെക്കൻഡോളം വെച്ച് കൊടുക്കുക. അപ്പോഴത്തേക്ക് അച്ചിൽ നിന്നും അച്ചപ്പം ഇതുപോലെ ഇളകി വരാൻ തുടങ്ങും. നന്നായിട്ട് ഇളകി വരും. പക്ഷേങ്കിൽ ഈ ഒരു അച്ചിന് ചെറിയൊരു കുഴപ്പമുണ്ട്. ഫുള്ളായിട്ട് ഇളകി കിട്ടൂല. അതുകൊണ്ട് ഞാൻ കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. സൈഡൊക്കെ നന്നായിട്ട് വിട്ടു വന്നതിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ആ ഒരു അച്ച് എണ്ണയിൽ മുക്കി വെക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം വീണ്ടും ഇതുപോലെ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഇളക്കിയെടുത്ത അച്ചപ്പം ഇതുപോലെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ചുട്ടെടുത്താൽ മതി. നിങ്ങളിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ അച്ചൊക്കെയാണ് വാങ്ങുന്നതെങ്കിൽ നല്ലതാണ്, പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ലത് നോൺ സ്റ്റിക്കിൻ്റെ അച്ച് വാങ്ങുന്നതാണ്. പിന്നെ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കുക. തീ കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ. അങ്ങനെ ആദ്യത്തേത് തിരിച്ചു മറിച്ച് വിട്ടിട്ട് 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇതുപോലെ നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. അച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം ബാറ്ററിലേക്ക് മുക്കി കൊടുക്കുക. ബാറ്റർ പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ഇങ്ങനെ ചൂടുള്ള അച്ച് അതിൽ മുക്കുന്നതല്ലേ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ബാറ്റർ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം അച്ച് മുക്കിയെടുക്കുക. പിന്നെ അച്ച് മുഴുവനായിട്ട് ബാറ്ററിൽ മുങ്ങിപ്പോകാതെയും ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ ഇത് ഇളകി കിട്ടാൻ വലിയ പാടാണ്. അതുകൊണ്ട് 1/4 ഭാഗം മാത്രമേ മുക്കി കൊടുക്കാവൂ. അങ്ങനെ അച്ചപ്പം ഇതുപോലെ വീണ്ടും ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് സെയിം രീതിയിൽ തന്നെ ചുട്ടെടുക്കാം. അച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം 1/4 ഭാഗത്തോളം ബാറ്ററിലേക്ക് മുക്കിയിട്ട് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു 6 സെക്കൻഡോളം എണ്ണയിൽ ഇതുപോലെ വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളകി വരാൻ തുടങ്ങും. അന്നേരം ചെറുതായിട്ട് ഞാൻ ഇതുപോലെ കത്തി കൊണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം
തിരിച്ചു മറിച്ചു വിട്ടിട്ട് ചുട്ടെടുക്കുക. അങ്ങനെ മുഴുവനും ചുട്ടെടുത്താൽ മതി. വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഇതാ അച്ചപ്പം മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. 2 കപ്പ് പച്ചരി കൊണ്ട് 38 അച്ചപ്പാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഈ ഒരു അച്ചപ്പം ഉണ്ടാക്കി നോക്കുക. വൈകുന്നേരത്തെ ചായക്കൊപ്പം കറുമുറയെ കഴിക്കാൻ ഈ ഒരു അച്ചപ്പം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്താ വേണ്ടത് അല്ലേ. ഇതുപോലെ അച്ചപ്പം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം വരെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. നല്ല കണ്ടെയ്നറിലാക്കിയിട്ട് ഇട്ട് വെച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് അച്ചപ്പം ഉണ്ടാക്കി സെയിൽ ചെയ്യാനെല്ലാം ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി സെയിൽ ചെയ്യുകയും ചെയ്യാം. നമ്മൾ എത്ര കാശ് കൊടുത്തിട്ടാണ് കടയിൽ നിന്ന് വാങ്ങുന്നത് അല്ലേ. അപ്പോൾ കുറഞ്ഞ ചേരുവയിൽ 2 കപ്പ് പച്ചരിയും 1 കോഴിമുട്ടയും അങ്ങനെ കുറഞ്ഞ ചേരുവയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.